പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞായറാഴ്ചയാണ്, ഓശാന ഞായറാണ്. കർത്താവിനെ പരിശുദ്ധൻ 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 എന്ന് പ്രഘോഷിച്ച് നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധി മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ പരിശുദ്ധിയോടെ ജീവിക്കാൻ, ദൈവത്തിൽ നിന്ന് വിശുദ്ധി സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധരായി ജീവിക്കാൻ നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സുന്ദരമായൊരു ഞായറാഴ്ച, ഓശാന ഞായർ. ഇന്ന് ഞായറാഴ്ചയൊക്കെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു ബോധ്യത്തോടെ, കർത്താവെ നിന്റെ ആ വിശുദ്ധി എന്നിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്ന ദിവസങ്ങളൊക്കെ ആയി. ഇനി ഒരാഴ്ച, ഈ ദിവസങ്ങളിൽ ഇതൊക്കെ വളരെ വലിയ ആഴ്ചയാണ്. ഈ വലിയ ആഴ്ച നമുക്ക് വളരെ സന്തോഷത്തോടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കാം. വിശുദ്ധി കൂടുതൽ 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 നമ്മിൽ നിറയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളൊക്കെ പഠിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1, 2, 3, 4, 5 വചനങ്ങൾ നാം പഠിച്ചു. ഈ വചനങ്ങൾ ഇന്ന് ആവർത്തിക്കുകയാണ് ഒരിക്കൽ കൂടി. അതിൽ 1-ാമത്തെ വചനം ഇതായിരുന്നു. അതായത് തിങ്കളാഴ്ച നാം പഠിച്ചത്, സഹോദരനെ ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ, നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ അതായിരുന്നു നാം ആദ്യം പഠിച്ച വചനം, 1-ാമത്തെ വചനം. സഹോദരരെ, ഒരുവൻ എന്തെങ്കിലും തെറ്റിലകപ്പെട്ടാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ അവനെ വീണ്ടെടുക്കുവിൻ, നിങ്ങളും പ്രലോഭിതരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. 2-ാമത്തെ വചനം ഇതായിരുന്നു, പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമം പൂർത്തിയാക്കുവിൻ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ നിയമങ്ങൾ പൂർത്തിയാക്കുവിൻ. 3-ാമത്തെ വചനം നാം പഠിച്ചത് ഇതാണ്, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ, ഒരുവൻ താൻ ഒന്നുമല്ലാതിരിക്കെ എന്തോ ആണെന്ന് ഭാവിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ വഞ്ചിക്കുന്നു. ഇനി 4-ാമത്തെ വചനം, ഇതാണ് 4-ാമത്തെ വചനം പറയുന്നത്, എന്നാൽ ഓരോ വ്യക്തിയും സ്വന്തം ചെയ്തികൾ വിലയിരുത്തട്ടെ, അപ്പോൾ അഭിമാനിക്കാനുള്ള വക അവനിൽ തന്നെ ആയിരിക്കും, മറ്റുള്ളവരിലായിരിക്കുകയില്ല. 4-ാമത്തെ വചനം. 5-ാമത്തെ വചനം ഇതാണ് പറഞ്ഞത്, എന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതിയാവൂ. ഈ 5 വചനങ്ങൾ നാം ഈ ദിവസങ്ങളിൽ ഒന്ന് മനഃപ്പാഠമാക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിൽ നിറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ഇന്നും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ കൃപ നിങ്ങളിലേക്കൊക്കെ ഒഴുകിയിറങ്ങട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആമേൻ.